ഹലോ ആൻഡ് വെൽക്കം ടു ജീവൻ രേഖ. നമുക്ക് എത്ര പല്ലുണ്ടെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 32 എന്ന അക്കം നാം പലപ്പോഴും പറയുമെങ്കിലും നമ്മിൽ പലർക്കും നമ്മുടെ പല്ലുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അവിടെ തീരുകയാണ്. നിർഭാഗ്യവശാൽ നമ്മിൽ പലർക്കും എങ്ങനെയാണ് ശരിയായി പല്ല് തേക്കണമെന്നുള്ളതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം പല്ല് തേക്കണമെന്നതിനെക്കുറിച്ചോ കൃത്യമായ ധാരണയില്ല. പണ്ടൊക്കെ നമ്മൾ ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾസും മലക്കറി പച്ചക്കറി വർഗ്ഗങ്ങൾ കഴിച്ചിരുന്നപ്പോൾ നമ്മുടെ ദന്ത ശുചീകരണവും അതോടൊപ്പം നടന്നിരുന്നു. ഇന്ന് നമ്മുടെ ആഹാര രീതി മാറി, കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ മാറി, അതോടൊപ്പം ദന്തരോഗങ്ങളും നമ്മുടെ കൂടപ്പിറപ്പായി മാറി. പല്ലുകളെ ശരിയാവണ്ണം പരിചരിച്ചില്ലെങ്കിൽ അവ കേടാവും. പല്ലുകൾ കേടായാൽ പിന്നെ ചിലവേറിയ ദന്ത ചികിത്സ ആവശ്യമായി വരും. പലപ്പോഴും ഇതിലേക്ക് നയിക്കുന്നത് ഇതേക്കുറിച്ച് ദന്ത സംരക്ഷണത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ദന്ത സംരക്ഷണത്തിലെ ചില മിഥ്യാധാരണകളെ കുറിച്ചാണ് ഇന്ന് ജീവൻ രേഖയിൽ. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ ഒരു ഡെന്റൽ സർജനാണ് ഡോക്ടർ സിവി പുലേത്ത്. അദ്ദേഹം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കൊച്ചി ശാഖയുടെ സെക്രട്ടറിയാണ്. മാത്രമല്ല മികച്ച യുവ ഡോക്ടർക്കുള്ള ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ദേശീയ പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് ഡോക്ടർ സിവി പുലേത്ത്. ഡോക്ടർ, ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരിലുള്ള ഒരു തെറ്റിദ്ധാരണയെ കുറിച്ചാണ്. രാത്രി പല്ല് തേക്കുന്നതിനേക്കാൾ നല്ലത് രാവിലെ എണീച്ചു കഴിഞ്ഞ ഉടനെ പല്ല് തേക്കണം എന്നുള്ളതാണ് പലരുടെയും ധാരണ. ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? നമ്മുടെ പല്ലുകൾ ശുചിയായി ഇരിക്കണമെങ്കിൽ എപ്പോൾ ഭക്ഷണം കഴിച്ചോ അപ്പോൾ പല്ല് തേക്കണമെന്നാണ് ദന്തശാസ്ത്രം അനുശാസിക്കുന്നത്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ അത് പലപ്പോഴും സാധ്യമല്ല. അതുകൊണ്ട് ബ്രഷ് മിനിമം ട്വൈസ് ഡെയിലി, ചുരുങ്ങിയത് ദിവസം 2 നേരമെങ്കിലും പല്ല് തേക്കുക എന്നതാണ് പ്രായോഗികമായ സമീപനം. പക്ഷെ അതിൽ നാട്ടുകാരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ രാവിലെയാണ് പ്രധാനമായും പല്ല് തേക്കേണ്ടത് എന്നാണ്. എന്നാൽ രാവിലെ പല്ല് ശുചിയാക്കിയ ശേഷം രാവിലെ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നു, രാത്രി ഭക്ഷണം കഴിക്കുന്നു. ഇതിന് ശേഷം നമ്മുടെ പല്ലിൻ്റെ ഇടയിലിരിക്കുന്ന ഭക്ഷണാംശങ്ങളുമായി നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണ് പല്ല് ക്ഷയം വരുവാനുള്ള, ദന്തക്ഷയത്തിനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് രാവിലെ പല്ല് തേക്കുന്നതിനേക്കാൾ 100 മടങ്ങ് പ്രധാനപ്പെട്ടതാണ് രാത്രി പല്ല് തേക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പറഞ്ഞാൽ, ഒരു നേരമേ മാത്രമേ നിങ്ങൾ പല്ല് തേക്കുന്നുള്ളൂ എങ്കിൽ അത് രാവിലെയല്ല രാത്രിയാണ് വേണ്ടത്. ഓക്കെ. അടുത്തതായിട്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ഈ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞിട്ട് മതി കുട്ടികൾക്ക് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ഒരു ധാരണ. ഇത് ശരിയാണോ തെറ്റാണോ? ഒരു കുട്ടിയുടെ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ആരംഭിക്കേണ്ടത് ആ കുട്ടിക്ക് പല്ല് മുളച്ചു തുടങ്ങുമ്പോഴാണ്. അതായത് 6ാം മാസം. 6ാം മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുളച്ചു വരുന്ന കുഞ്ഞരി പല്ലുകൾ പഞ്ഞി കൊണ്ട് നനച്ച് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മുലപ്പാല് കുടിക്കുന്ന കുട്ടികളായാലും കുപ്പിപ്പാല് കുടിക്കുന്ന കുട്ടികളായാലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് പഞ്ഞി നനച്ച് ആ പല്ല് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 1 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പല്ല് ശുചിയാക്കുന്നതിന് ബേബി ബ്രഷുകൾ, വിരൽ ഉറയിൽ ഘടിപ്പിച്ച ബ്രഷുകൾ ഇന്ന് ലഭ്യമാണ്. അത് ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ അവസരത്തിൽ കുട്ടികളെ സാവധാനം ബ്രഷിംഗ് പരിശീലിപ്പിക്കുകയും 1.5 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് സാധാരണ ജൂനിയർ ബ്രഷുകൾ ഉപയോഗിച്ച് അവരെ ബ്രഷിംഗ് പരിശീലിപ്പിക്കുകയുമായി വേണ്ടത്. ശരിയായ രീതിയിലുള്ള ബ്രഷിംഗ് ചെറുപ്പം മുതലേ കുട്ടികളെ ശീലിപ്പിച്ചാൽ മാത്രമേ അവർ നന്നായിട്ട് പല്ല് തേക്കാൻ ആരംഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ പല്ലിലെ അഴുക്ക് ഇളക്കുന്നതിനും കുട്ടികൾക്ക് ബ്രഷിങ്ങിൽ താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും പേസ്റ്റ് ഉപയോഗിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത് ചുരുങ്ങിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ എന്നതാണ് വാസ്തവം. ഡോക്ടർ, അടുത്ത് ഈ ഉമിക്കരി ഉപയോഗിച്ചാൽ പല്ല് കേടാകില്ല എന്ന് നമ്മുടെ പഴമക്കാർ പറയുന്നത്. ഞങ്ങളൊക്കെ പണ്ട് ഉമിക്കരി ഉപയോഗിച്ചാണ് തേച്ചത്. എൻ്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ഉമിക്കരി ഉപയോഗിച്ച്, വിരൽ ഉപയോഗിച്ച് പല്ല് തേക്കുക എന്നത് നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ ഒരു വളരെ സാധാരണ സംഭവമായി മാറാറുണ്ട്. അത് വാസ്തവത്തിൽ തെറ്റാണ്. കാരണം നമ്മുടെ പല്ലിന്റെ ഇടയിലാണ് ഭക്ഷണത്തിന്റെ ബാക്കി അംശങ്ങളെല്ലാം കയറിയിരിക്കുന്നത്. അത് ശുചിയാക്കാൻ ഒരിക്കലും ഒരു വിരൽ കൊണ്ട് സാധ്യമല്ല. അതിനാണ് ബ്രഷ് ഉപയോഗിക്കേണ്ടത്. ബ്രഷ് ഉപയോഗിച്ചാൽ മാത്രമേ പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകൾ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഉമിക്കരിക്ക് ഉള്ള ഒരേ ഒരു പ്രയോജനം അല്പം പല്ലിന് തിളക്കം ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ അത് തുടർച്ചയായി ഉപയോഗിച്ചാൽ ഇനാമലിന്റെ തേയ്മാനത്തിൽ കലാശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉമിക്കരിയും വിരലും ശരിയായ ദന്തധാവന മാർഗമല്ല. ഓക്കെ. ഈ പല്ലുകൾ പ്രധാനമായിട്ട് പല്ലടങ്ങിയിരിക്കുന്ന കാൽഷ്യമാണ്. അപ്പൊ കാൽഷ്യം ഗുളികകൾ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പരസ്യങ്ങളും കൂടെ വന്നത് കാൽഷ്യം അടങ്ങിയ ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പൊ കാൽഷ്യം അടങ്ങിയ പല്ലുകൾ അല്ലെങ്കിൽ കാൽഷ്യം ഗുളികൾ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പല്ലുകൾ കേടാവില്ല എന്നൊരു ധാരണ നമ്മുടെ ആളുകളുടെ. ഇത് ശരിയാണോ തെറ്റാണോ? സാധാരണ ആശുപത്രിയിൽ വരുന്ന രോഗികൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കുട്ടിയുടെ പല്ല് കൂടുതൽ കേടാവുന്നുണ്ട്, അതുകൊണ്ട് കാൽഷ്യം ഗുളിക കൊടുത്താൽ പല്ല് കേടാവാതിരിക്കുമോ എന്ന്. ഒരു കുട്ടിയുടെ പല്ല് രൂപപ്പെടുന്നത് അമ്മ ഗർഭിണിയായിരിക്കുന്ന 3-ാം മാസത്തിലാണ്.
അതിനുശേഷം ആ കുട്ടി ജനിച്ച് 6ാം മാസത്തിലാണ് ഈ പല്ല് മുള പൊട്ടി പുറത്തോട്ട് വരുന്നത്. ഈ സമയത്തിനിടയ്ക്കാണ് പല്ല് കാൽഷ്യം ആഗിരണം ചെയ്യുന്നത്. ഈ സമയത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലോ കുട്ടിയുടെ ഭക്ഷണത്തിലോ കാൽഷ്യത്തിന്റെ അംശം കുറഞ്ഞാലോ അത് വലിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടായാലോ മാത്രമേ പല്ലിലെ കാൽഷ്യത്തിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വരികയുള്ളൂ. അല്ലാതെ മുളച്ചു വന്നിരിക്കുന്ന ഒരു പല്ലിന് കാൽഷ്യം ഗുളിക കഴിച്ചതുകൊണ്ട് ദന്തക്ഷയം തടയാൻ കഴിയില്ല. ഓക്കെ, ഈ പണ്ട് എന്റെ കൊച്ചുനാളിൽ പല്ലൊക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുക. അപ്പൊ അന്ന് എന്റെ ഈ അച്ഛനും അല്ലെങ്കിൽ അന്ന് മൂത്തവരൊക്കെ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു ഈ പല്ലൊന്ന് ബലപ്പിച്ചിട്ട് ഒന്ന് അമർത്തി തേക്കുകയാണെങ്കിൽ പല്ലൊക്കെ നേരെ കറക്റ്റ് ഇല്ല. പക്ഷെ ഞാൻ വലിയതായിട്ട് അമർത്തി തേച്ചിട്ടൊന്നും സംഭവിച്ചില്ല. ഇത് എത്രത്തോളം ശരിയാണ്? ഈ പല്ല് വിരൽ കൊണ്ട് അമർത്തി തേച്ചാൽ പല്ല് പൊങ്ങാതിരിക്കുമെന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന മാർഗമാണ് വിരൽ കൊണ്ട് മോണ ഒഴിയുക എന്നത്. വിരൽ കൊണ്ട് മോണ ഒഴിയുക എന്നതുകൊണ്ട് നമ്മുടെ പൂർവ്വർ ഉദ്ദേശിച്ചിരുന്നത് പല്ലിനെ പോലെ തന്നെ മോണയ്ക്കും ആരോഗ്യം ലഭിക്കുക എന്നതാണ്. ആ രീതി പ്രചാരത്തിലാക്കാൻ അവർ കണ്ട ഒരു മാർഗമാണ് പല്ല് പൊങ്ങില്ല എന്നുള്ള പ്രചരണം. വാസ്തവത്തിൽ വിരൽ കൊണ്ട് മോണ ഒഴിഞ്ഞാൽ വിരലിന്റെ ശക്തി കൊണ്ട് മോണയിലെ രക്തോട്ടം കൂടുകയും മോണയ്ക്ക് ആരോഗ്യം വെക്കുകയും ചെയ്യും. അത് മാത്രമാണ് വിരൽ കൊണ്ട് ഒഴിയുന്നതിന്റെ പ്രധാന പ്രയോഗം. അല്ലാതെ ഒരു എല്ലിനെയോ പല്ലിനെയോ താത്താൻ ഒരു ദിവസം 2 നേരമോ 1 മിനിറ്റോ ഉപയോഗിക്കുന്ന വിരലിന്റെ ശക്തിക്ക് കഴിയില്ല. ഓക്കെ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ സാധാരണ പരസ്യത്തിൽ കണ്ട് എങ്ങനെയാണ് നമ്മൾ പേസ്റ്റ് എടുത്ത് പേസ്റ്റ് എടുക്കുന്നത്? ബ്രഷ് ഇങ്ങോട്ട് വെക്കും, ബ്രഷിന്റെ പുറത്ത് ഇങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെ വായിക്കും. എന്നാലും ഒരുപക്ഷെ കമ്പനികളുടെ പേസ്റ്റ് അതാണ് കൂടുതൽ ചിലവാകുന്നത്. ഇങ്ങനെയാണോ പേസ്റ്റ് എടുക്കേണ്ടത്? അത് എങ്ങനെയാണ് പേസ്റ്റ് എടുക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു പ്രായോഗിക കാര്യമാണത്. പരസ്യങ്ങളിൽ കാണുന്നത് പോലെ ബ്രഷിന്റെ മുകളിൽ നീട്ടി നിവർത്തി പേസ്റ്റ് എടുക്കുന്ന ഒരു രീതിയാണെന്ന് പ്രചാരത്തിലുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ പല്ല് തേച്ച് തീരുന്നത് വരെ പേസ്റ്റിന്റെ ഓരോ ലെയർ ആയി മുകളിലേക്ക് വരികയും ആ പത കൊണ്ട് നമ്മുടെ അഴുക്കിനെ ഇളക്കി കളയുക എന്നതാണ് പേസ്റ്റിന്റെ ഉദ്ദേശം. അതുകൊണ്ട് പേസ്റ്റ് എടുക്കേണ്ടത് ബ്രഷിന്റെ മുകളിലല്ല, ബ്രഷിന്റെ അകത്താണ്. ഈ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ പ്രോപ്പർ ബ്രഷിംഗിൽ സാധ്യമാവുകയും അതിലൂടെ പല്ല് ശുചിയാക്കി സൂക്ഷിക്കാനും സാധിക്കും. കുട്ടികളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ചോക്ലേറ്റ്, മുതിർന്നവരുടെ ഏറ്റവും വലിയ ശത്രു. കാരണം ഇവർ പറയുന്നത് ഈ കുട്ടികൾ ഈ ചോക്ലേറ്റ് തിന്നുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടികൾക്ക് പല്ല് കേടാവുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? ഒരു ഉദാഹരണം പറയാം ഡോക്ടറെ. ഓടിക്കളിക്കുന്ന ഒരു കുട്ടി വീണ് കൈയൊടിയുന്നു എന്ന് പറഞ്ഞ് ഓടിക്കളിക്കുന്നതാണ് കൈയൊടിയാൻ കാരണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ന് പറയുന്നത് പോലെ ചോക്ലേറ്റ് മിഠായികൾ പോലെ തന്നെ മറ്റേത് ഭക്ഷണം കഴിച്ചാലും അത് പല്ലിന്റെ ഇടയിൽ കയറിയിരിക്കുകയും അത് പല്ല് കേടാവാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാരണം പറഞ്ഞ് കുട്ടികൾക്ക് ചോക്ലേറ്റും മിഠായികളും നിഷേധിക്കുന്നത് ന്യായമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോക്ലേറ്റ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിക്കുകയാണെങ്കിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്ന ചോക്ലേറ്റുകൾ ഒഴിവാക്കുക. ചോക്ലേറ്റ് ഉപയോഗിച്ച ശേഷം പല്ല് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന ഒരു കാര്യം. പല്ല് കേടാവാൻ ചോക്ലേറ്റ് മാത്രമല്ല കാരണക്കാരൻ, ചോക്ലേറ്റ് കഴിച്ച ശേഷം പല്ല് ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് കാരണം. ഈ പലപ്പോഴും ഞാൻ DND ഡോക്ടർ ആയതുകൊണ്ട് പലപ്പോഴും ഈ ആളുകളുടെ വായിലേക്ക് നോക്കും, കുട്ടികളുടെ പ്രത്യേകിച്ച്. ഈ എന്താ നിങ്ങളുടെ ഈ കുട്ടികളുടെ ഈ പല്ല് കേടായിട്ട് ചികിത്സിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അതെന്തായാലും പൊഴിഞ്ഞു വന്ന പല്ലല്ലോ ഡോക്ടർ, അപ്പൊ അത് നമുക്ക് എന്തായാലും പുതിയ ഫ്രഷ് ആയിട്ട് നല്ല പല്ല് വരുമ്പോൾ അപ്പം തുടങ്ങി നമ്മൾ അത് ചികിത്സിച്ചാൽ മതി എന്നാണ് പലരും പറയുന്നത്. ഇത് എങ്ങനെയാണ് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇതിന്റെ അപ്പുറത്തെ ഒരു അപകടം? കുട്ടികൾക്ക് ചെറുപ്പത്തിലെ വരുന്ന പല്ല് ആകെ 20ആണ്. മുകളിൽ 10ഉം താഴെ 10ഉം. ആകെ വരുന്ന 20 പല്ലിൽ ഈ പല്ല് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്താണ് ഒന്നൊന്നായി പൊഴിഞ്ഞു പോകുന്നത്. ഈ അണപ്പല്ലുകൾ, പ്രത്യേകിച്ചും കേടായ അണപ്പല്ലുകൾ പൊഴിഞ്ഞുപോയി പുതിയ പല്ല് വരണമെങ്കിൽ ഏകദേശം 12 വയസ്സോളം ആവണം. അപ്പോൾ അതിനു മുമ്പേ കേടായ പല്ല് വായിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് അണുക്കളെ പല്ലിൽ ചുവന്നുകൊണ്ട് നടക്കുക എന്നാണ് അർത്ഥം. അപ്പൊ എത്ര വിരോധാഭാസമാണത്. കേടായ പല്ലുകൾ അടച്ച് രക്ഷപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് പൊഴിഞ്ഞുപോയി പുതിയ പല്ല് വരുന്ന സമയം വരെ അത് വായിൽ കൃത്യമായി നിലനിൽക്കുകയുള്ളൂ. അതുവഴി കൃത്യമായിട്ട് പുതിയ പല്ല് മുളച്ചു വരികയും ചെയ്യുള്ളൂ. നമുക്ക് ചർച്ച തുടരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. This program brought to you by Lunar Flighter, Lunar Aerolex. എങ്ങനെ നോക്കിയാലും Lunar ഒരു ചുവട് മുന്നിൽ. Computer Publishers, അറിവും ആനന്ദവും വായനയിലൂടെ. 100% കാമലാരി ഒരു ശീലമാകും. സുരക്ഷിതമായി ജീവിതം ആസ്വദിക്കൂ. Ashwadi Opal Heights near Technopark Trivandrum offers 3-bedroom duplex and 4-bedroom penthouses with a panoramic sea view. എന്റെ കല്യാണത്തിനും സോന ബസാറിനെ സ്വർണ്ണ എടുക്കൂന്ന്. സോന ബസാർ, ഗുരുവായൂർ റോഡ്, ചാവക്കാട്. ഞങ്ങൾ നൽകുന്നത് വിശ്വാസത്തിന്റെ പാക്കിംഗ്. V2 from വിമൽ.
ബട്ടർഫ്ലൈ മൂൺവാക്ക് ഫുട്വെയർ. ചന്ദ്രനിലെ നടത്തം ഇപ്പോൾ ഭൂമിയിലും. ഫ്രം ദ ഹൗസ് ഓഫ് ബട്ടർഫ്ലൈ ബാഗ്സ്. വെൽക്കം ബാക്ക് ടു ജീവൻ രേഖ. ഇന്ന് ജീവൻ രേഖയിൽ നമ്മൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ദന്ത സംരക്ഷണത്തെ കുറിച്ചുള്ള ചില മിഥ്യാധാരണകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഡോക്ടറെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ പല്ലുകളുടെ കുട്ടികൾക്ക് പല്ലുകൾ വരുമ്പോൾ നിരതെറ്റിയാണ് വരുന്നത്. ഈ നിരതെറ്റി വരുന്ന പല്ലുകൾ ഇപ്പൊ ശരിയാക്കേണ്ടതില്ല. അവരുടെ ഈ പല്ലുകളൊക്കെ പാൽപ്പല്ലുകളൊക്കെ ഒഴിഞ്ഞു പോയി ഒറിജിനൽ പല്ല് വന്നിട്ട് മാത്രം ഇത് നിരതെറ്റുന്നത് ശരിയാക്കിയാൽ മതി എന്നൊരു ധാരണ നമ്മുടെ ആളുകൾക്കുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പല്ലുകൾ നിരതെറ്റിയ പല്ലുകൾ ശരിയാക്കുന്ന ഫിക്സർ ഓർത്തോഡോൺഷ്യ ചികിത്സയുടെ മുൻപുണ്ടായിരുന്ന ധാരണകൾ അനുസരിച്ച് ചെറുപ്പത്തിലേ ഉള്ള പല്ലുകൾ കൊഴിഞ്ഞു പോയ ശേഷം മാത്രമേ പല്ല് കമ്പിയിട്ട് ശരിയാക്കേണ്ടതുള്ളൂ എന്നായിരുന്നു മുൻപുണ്ടായിരുന്ന പഠനങ്ങൾ തെളിയിച്ചിരുന്നത്. എന്നാൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ചികിത്സാ രീതികളും താടയെല്ലിന്റെ വളർച്ചയെ തടയുന്ന ചിൻ ക്യാപ്പ്, അതേപോലെ ക്ലോസ്ഡ് ബൈറ്റ് എന്ന അവസ്ഥയെ തടയാനുള്ള ഉപകരണങ്ങൾ, വായ സംബന്ധമായ ദുശീലങ്ങൾ തടയാനുള്ള ഓറൽ ഹാബിറ്റ്സ് തടയുന്ന ഉപകരണങ്ങൾ, ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രചാരത്തിൽ വന്നതോടുകൂടി ചെറുപ്പത്തിലേ ഉള്ള പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയ ശേഷമല്ല, അതിനു മുമ്പ് തന്നെ പല്ലിനെ കമ്പിയിട്ട് അല്ലെങ്കിൽ കമ്പിയിടാതെ മറ്റു മാർഗങ്ങളിലൂടെ നേരെയാക്കാൻ സാധിക്കും. അങ്ങനെ കമ്പിയിട്ട് നേരെയാക്കുന്നതിന് മുമ്പുള്ള ചെറിയ മുൻകരുതലുകളും മുൻ ചികിത്സാ വിധികളും അതിനു മുമ്പ് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് 7 വയസ്സ് 8 വയസ്സ് വരെ ആയ കുട്ടിയാണെങ്കിൽ പോലും പല്ലുകൾ നിരതെറ്റിയാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ ഓർത്തോഡോണ്ടിസ്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ദന്ത ഡോക്ടറെ കണ്ട് പല്ല് നേരെയാക്കുന്നതിനുള്ള ഉപദേശം തേടുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അടുത്തായിട്ട് ചോദിക്കാനുള്ള ഈ പലപ്പോഴും ഈ പല്ലുകൾ കേടാകുന്നത് അല്ലെങ്കിൽ പല്ലുകൾ അഴുക്ക് പിടിക്കുന്നത് മാത്രമാണ് ഈ വായുനാറ്റത്തിന്റെ കാരണം എന്നൊരു ധാരണ ധാരാളം പേർക്കുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? ദന്ത ചികിത്സയിലെ ഒരു പ്രധാന രോഗാവസ്ഥയാണ് വായുനാറ്റം. അനേക രോഗികൾ ഈ പരാതിയുമായിട്ട് വരാറുണ്ട്. വാസ്തവത്തിൽ വായുനാറ്റത്തിന്റെ പ്രധാന കാരണം മോണരോഗവും ദന്തക്ഷയത്തോടൊപ്പം നാക്കിന്റെ പിൻഭാഗത്ത് അടിഞ്ഞുകൂടുന്ന അഴുക്കുകളും മറ്റുമാണ്. ഇത് ശരിയായി ക്ലീൻ ചെയ്യാതിരുന്നാൽ വായുനാറ്റത്തിന് അതൊരു പ്രധാന കാരണമായിട്ട് മാറും. ഇപ്പോ വായുനാറ്റത്തെ കുറിച്ചുള്ള പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ, ഡോക്ടർ ഒരു ENT സർജൻ ആയ സ്ഥിതിക്ക് ഡോക്ടർക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. വായുനാറ്റത്തെ കുറിച്ചുള്ള പുതിയ പുതിയ ചില കൺസെപ്റ്റ്സ് ഡോക്ടർ തന്നെ ഈ ഇടയ്ക്ക് പറയുകയുണ്ടായല്ലോ. പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മുടെ നാക്കിന്റെ പുറകിലത്തെ ഒരു 1/3 ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന രോഗാണുക്കളാണ് വായുനാറ്റത്തിന് ഒരു പ്രധാന കാരണം എന്നാണ് ഉള്ളത്. മറ്റൊരു പ്രധാന കാരണം ഈ മൂക്കിൽ നിന്നും വായിന്റെ പുറകിലേക്ക് വരുന്ന സ്രവങ്ങള്, പഴുപ്പുകൾ, അതായത് ഈ സൈനസിൽ നിന്ന് പുറകോട്ട് വരുന്ന സ്രവങ്ങൾ, അത് മൂക്കിന്റെയും തൊണ്ടയുടെയും സൈനസിന്റെയും ഇൻഫെക്ഷൻ, ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ദന്തേതര കാരണങ്ങൾ. ഈ വായുനാറ്റത്തിന്റെ ദന്തേതര കാരണങ്ങൾ എന്നുള്ളതാണ് പുതിയൊരു കാഴ്ചപ്പാട്. ഡോക്ടർ, അടുത്ത് നമുക്ക് മറ്റേതിലേക്ക് തിരിച്ചു വരാം. ഈ നാക്ക് പഠിക്കാൻ പറയും. ഇപ്പം നമ്മൾ പറയാറ് ഈ വായുനാറ്റത്തിന്റെ ചികിത്സയുടെ ഭാഗമായി പലപ്പോഴും നാക്ക് പഠിക്കണമെന്ന് ശക്തിയായിട്ട് പറയാറുണ്ട്. ഈ നാക്ക് പഠിക്കാൻ പറയുമ്പോൾ അവർ ചോദിക്കുന്നത്, ഡോക്ടറെ നമ്മുടെ സ്വാദ് നഷ്ടപ്പെടുത്തില്ലേ, നാക്ക് രസമൂലങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പലർക്കും ഒരു ധാരണയാണ്. ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? നാക്കിലുള്ള ടേസ്റ്റ് ബഡ്സിന് തേയ്മാനം പറ്റുകയും രുചി നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് കരുതി നാക്ക് പഠിക്കാതിരിക്കുന്ന അനേകം ആളുകളുണ്ട്. വാസ്തവത്തിൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. നാക്ക് പഠിക്കുന്നതിനെ കുറിച്ച് ജന്തശാസ്ത്രം പറയുന്നത് മെറ്റൽ ടങ് ക്ലീനർ, ഈ ടേസ്റ്റ് ബഡ്സിന് ശല്യമാകുന്ന, ടേസ്റ്റ് ബഡ്സിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ടങ് ക്ലീനേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. പ്ലാസ്റ്റിക് ടങ് ക്ലീനർ ഉപയോഗിക്കാം, ബ്രഷ് ഉപയോഗിച്ച് നാക്ക് ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് നാക്ക് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലൂടെ വായുനാറ്റത്തെ തടയാം, വായിക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടുവാനും അത് വളരെ സഹായിക്കും. ഒരു മാറി ചിന്താഗതി ഇപ്പൊ പ്രത്യേകം ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിക്കണം. മെറ്റൽ ടങ് ക്ലീനറുകൾ നല്ലതല്ല, പ്ലാസ്റ്റിക് ടങ് ക്ലീനറാണ് വളരെ ഉത്തമം എന്നുള്ളതാണ് വളരെ പ്രധാനം. മറ്റൊരു കാര്യം, ഈ വായുനാറ്റത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ആള് ശക്തിയായിട്ട് പല്ല് തേച്ചിട്ട് പലപ്പോഴും പല്ലങ്ങ് തേഞ്ഞു പോകുന്ന ഒരു സാധനം. അപ്പൊ ഈ ശക്തിയായിട്ട് തേച്ചാൽ മാത്രമേ ആളുകളുടെ പല്ലിന്റെ അഴുക്ക് പോകുന്ന ഒരു ധാരണ, ഇത് എത്രത്തോളം ശരിയാണ്? പല്ലിൽ അഴുക്ക് കൂടുതൽ അടിഞ്ഞുകൂടുമ്പോൾ അത് വൃത്തിയാക്കാൻ കൂടുതൽ ശക്തി കൊടുക്കുക എന്നത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് തോന്നാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ശക്തിയിലല്ല, ബ്രഷ് ചെയ്യുന്ന രീതിയിലാണ് വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിന് മുൻനിരയിലെ പല്ലുകൾ ഭൂരിഭാഗം ആളുകളും ഇതേപോലെയാണ് പല്ല് തേക്കുന്നത്. വാസ്തവത്തിൽ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമാണ് പല്ല് തേക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട രീതി. വശത്തുള്ള പല്ലുകൾ ഇതേപോലെയാണ് കൂടുതൽ ആളുകളും പല്ല് തേക്കുന്നത്. വാസ്തവത്തിൽ മുകളിലേക്ക് നിന്ന് താഴേക്ക് ഉള്ള രീതിയിൽ വട്ടത്തിലാണ് പല്ല് തേക്കേണ്ടത്. എങ്കിൽ മാത്രമേ പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകൾ ഭംഗിയായി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശക്തി കൂടുതൽ ഉപയോഗിക്കുന്നതിൽ കാര്യമില്ല. ശരിയായ രീതിയിൽ സോഫ്റ്റ് ബ്രിസിൽ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ ഈ തേയ്മാനം തടയുകയും പല്ല് നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുകയും ചെയ്യും. ഡോക്ടർ, ഈ പല്ലിന്റെ ഉൾവശം, പല്ലിന്റെ പുറവശം മാത്രമേ തേക്കാറുള്ളൂ. ഈ പല്ലിന്റെ ഉൾവശം തേക്കുന്നതിന്റെ അതെങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ഒന്നുകൂടെ പറയാം. 32 പല്ലുണ്ടെങ്കിൽ 32 പല്ലിന്റെയും 3 ഭാഗങ്ങളിലും ബ്രഷ് ചെല്ലണമെന്നാണ്.
അപ്പോ ഒരു പല്ലിൽ 10 സെക്കൻഡ് വെച്ചെങ്കിലും ബ്രഷ് ചെയ്താൽ എത്ര മിനിറ്റ് നമ്മുടെ ബ്രഷിങ്ങിന് എടുക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉപയോഗിക്കുന്നത് വെറും 2 മിനിറ്റ് പരമാവധി. വാസ്തവത്തിൽ മിനിമം ബ്രഷിംഗ് ടൈം 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് എങ്കിലും ഭംഗിയായി പല്ല് തേച്ചാൽ മാത്രമേ നമ്മുടെ ബ്രഷ് എല്ലാ പല്ലിന്റെയും എല്ലാ ഭാഗത്തും ചെല്ലുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞത് വളരെ സത്യമാണ്. പുറത്ത് കാണുന്ന ഭാഗം മാത്രമേ ഭംഗിയായിട്ട് ഇരുത്താൻ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളൂ. ഉൾഭാഗത്തും ബ്രഷ് ചെല്ലാറില്ല പലപ്പോഴും. അപ്പൊ എല്ലാ പല്ലിന്റെയും എല്ലാ ഭാഗങ്ങളിലും ബ്രഷ് ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉൾഭാഗത്ത് പ്രത്യേകിച്ചും. ഈ വായനാട്ടത്തിന് വരുന്ന പലയിടത്തും നമ്മളൊന്ന് പല്ലൊന്ന് പോയി ഡെന്റൽ ഡോക്ടറെ അടുത്ത് പോയി ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഡോക്ടർ ഈ പല്ല് ക്ലീൻ ചെയ്ത പല്ലിന്റെ ഇനാമൽ തേഞ്ഞു പോകുന്നുള്ളത്. ഈ പല്ല് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതേക്കുറിച്ച് എന്താണ് പറയുന്നത്? പല്ല് ക്ലീൻ ചെയ്ത ഇനാമൽ പോവോ, ഈ പുളിപ്പും ആ പ്രയാസമൊക്കെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവരുടെ ധാരണ, ഇതേക്കുറിച്ച് എന്താ പറയാം? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ വസ്തുവാണ് ഇനാമൽ, എല്ലിനേക്കാൾ കട്ടി കൂടിയ വസ്തു. സാധാരണ കേടായ ഒരു പല്ല് അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഡയമണ്ട് ബറാണ്. ഈ ഡയമണ്ട് ബർ ഉപയോഗിക്കുന്ന ഹാൻഡ് പീസ് എന്ന യന്ത്രം 1 സെക്കൻഡിൽ 500 പ്രാവശ്യം, അതായത് 1 മിനിറ്റിൽ 30,000 പ്രാവശ്യം കറങ്ങുന്ന യന്ത്രം കൊണ്ടാണ് ഈ ഇനാമലിനെ ഒന്ന് കട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോ ഇത്രയും കട്ടി കൂടിയ ഇനാമലിനെ ചെറിയ അൾട്രാസോണിക് വൈബ്രേഷന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്ലീൻ ചെയ്യുന്നത് അൾട്രാസോണിക് സ്കെയിലർ എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ചെറിയ വൈബ്രേഷൻ കൊണ്ടാണ്. ഈ വൈബ്രേഷൻ ഒരിക്കലും പല്ലിന് തേയ്മാനം ഉണ്ടാക്കുകയോ അതിന് പുളിപ്പുണ്ടാക്കുകയോ ചെയ്യില്ല. പക്ഷേ പല്ല് ക്ലീൻ ചെയ്താൽ പുളിപ്പുണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം, വളരെ കട്ടിയായി അഴുക്ക് കൂടിയിരിക്കുന്ന പല്ലുകൾ ക്ലീൻ ചെയ്യുമ്പോൾ പല്ലിന്റെ വേര് ഭാഗം അന്തരീക്ഷ വായുവായിട്ട് എക്സ്പോസ് ആവുകയും ചൂട് തണുപ്പെല്ലാം ചെല്ലുമ്പോൾ അല്പം പുളിപ്പ് തോന്നുകയും ചെയ്യും. അത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്, ഒരാഴ്ച കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. കൂടുതൽ പുളിപ്പ് ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയും നമുക്ക് ലഭ്യമാണ്. പക്ഷെ പുളിപ്പുണ്ടാകും എന്നുള്ള പേടി കൊണ്ട് അഴുക്ക് പല്ലിൽ തന്നെ കൊണ്ട് നടക്കുക എന്നത് തീർച്ചയായും തെറ്റാണ്. മറ്റൊരു കാര്യം, ഈ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ധാരണ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്ക് എന്ത് മരുന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും അതല്ല ഉദ്ദേശിക്കുക. സാധാരണ ഉദ്ദേശിക്കുന്ന പാരസെറ്റമോൾ അല്ലെങ്കിൽ ബ്രൂഫൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നത് മതി, അല്ലാതെ കൂടുതൽ ചികിത്സയുടെ ആവശ്യം എന്താണ് ഇതിന്റെ അപകടം? ഇതേക്കുറിച്ച് പറയാം. സാധാരണ പല്ലുകളുടെ കേടിൽ മാത്രമല്ല, പനി പോലുള്ള അസുഖങ്ങൾക്കും ആളുകൾ മെഡിക്കൽ ഷോപ്പിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. പല്ലിന്റെ കേടിനെ സംബന്ധിച്ച് പല്ല് കേട്, പല്ലിന്റെ മോണയുടെ കേട് തുടങ്ങിയ അസുഖങ്ങളെല്ലാം പലതരം ബാക്ടീരിയാസ് ആണ് ഉണ്ടാക്കുന്നത്. എയറോബിക് ബാക്ടീരിയ ആവാം, അനേറോബിക് ബാക്ടീരിയ ആവാം. അത് ഏത് അണു കാരണമാണ് ആ അസുഖം ഉണ്ടായിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള യഥാർത്ഥത്തിലുള്ള ആന്റിബയോട്ടിക് കഴിക്കാതെ സാധാരണ ഒരു വേദനയുടെ ഗുളികയോ സാധാരണ ഒരു ആന്റിബയോട്ടിക്കോ കഴിച്ചതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് യഥാർത്ഥത്തിലുള്ള ചികിത്സ നേടുകയാണ് രോഗികൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ചർച്ച തുടരാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ടെലിഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റ് അറ്റ്ലസ് ജ്വല്ലറിയും ജീവനും ചേർന്നൊരുക്കുന്ന ടെലിഫിലിം ഫെസ്റ്റിവൽ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 15 വരെ ജീവൻ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ടെലിഫിലിം തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ, ശനിയാഴ്ച 6 മണി മുതൽ 6:30 വരെ, 7 മണി മുതൽ 8 മണി വരെ, ഞായറാഴ്ച വൈകിട്ട് 3:30 മുതൽ 6:30 വരെ. ഡോക്യുമെന്ററികൾ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രം, രാത്രി 10:30 മുതൽ 11 മണി വരെ. ഈ ദൃശ്യമാമാകത്തിന് നിങ്ങളും സാക്ഷികളാകുന്നു. വിധികർത്താക്കൾ നിങ്ങൾ കൂടിയാണ്. വെൽക്കം ബാക്ക് ടു ജീവൻ രേഖ. ദന്ത സംരക്ഷണത്തെ കുറിച്ചുള്ള ചില മിഥ്യാധാരണകളാണ് ഇന്ന് ജീവൻ രേഖയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ പല്ല് കേടായ ഏറ്റവും ബെസ്റ്റ് പരിപാടി പല്ലെടുത്ത് കളയുന്നതാണ് ഒരു ധാരണ. ഈ അടയ്ക്കുന്ന പ്രയോജനമില്ല എന്നൊരു പൊതുവെ നമ്മുടെ ആളുകൾ പലരും ധാരാളമായിട്ട് പല്ലെടുത്ത് കളയാൻ ഡോക്ടർമാരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇതേക്കുറിച്ച് എന്താണ് പറയാൻ? ഒരു പല്ല് എടുത്തു കളഞ്ഞാൽ പ്രധാനമായും 4 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ശരിയായ രീതിയിൽ ചവയ്ക്കാൻ പറ്റാതെ അത് ദഹന പ്രക്രിയയെ ബാധിക്കുന്നു. 2, കവിളൊട്ടി അത് മുഖസൗന്ദര്യത്തെ ബാധിക്കുന്നു. 3, മോണ ചുങ്ങി മോണയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. 4, ഇതിനെതിരെയുള്ള പല്ലിന് ജോലിയില്ലാതാവുകയും അത് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ആടി നഷ്ടപ്പെടാൻ ഇടയാവുകയും ചെയ്യുകയാണ്. ഈ 4 പ്രശ്നങ്ങൾ തടയാൻ നഷ്ടപ്പെട്ട പല്ലുകൾ ഉടനടി കൃത്രിമമായി ഉറപ്പിക്കുന്ന തരത്തിലോ എടുക്കാവുന്ന തരത്തിലോ പുനഃസ്ഥാപിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഈ പല്ലെടുക്കുന്നത് തലയ്ക്കും കണ്ണിനും കേടാണെന്നൊരു ധാരണ പ്രത്യേകിച്ച് നമ്മുടെ പഴമക്കാരുടെ ഇടയിൽ ധാരാളമായിട്ടുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് പറയുക? ഒരു സാധാരണ ദന്താശുപത്രിയിൽ ചുരുങ്ങിയത് ഒരു ദിവസം 5 പല്ല് എങ്കിലും എടുക്കണ്ടാവും. കേരളത്തിലെ 2000 ദന്താശുപത്രിയിൽ ഒരു ദിവസം 10,000 പല്ലുകളോളം എടുക്കുന്നുണ്ട്.
അപ്പോ ദന്ത ഡോക്ടർമാർ ഒരു ദിവസം കൊണ്ട് 10,000 പേരുടെ കാഴ്ചയെയും തലയെയും അസുഖം ബാധിപ്പിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം വിരോധാഭാസമാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പല്ലിന്റെ ഒരു ഭാഗവും നേരിട്ട് തലയുമായി ബന്ധപ്പെട്ടിട്ടില്ല. എന്നാൽ പല്ലെടുക്കുമ്പോൾ വളരെ ശക്തിയായി എല്ലിൽ ഉറച്ചിരിക്കുന്ന പല്ലെടുക്കുമ്പോൾ തലയ്ക്ക് ചെറിയൊരു പെരുപ്പും ചെറിയൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാറുണ്ട്. ഈ ധാരണയിൽ നിന്നാണ് പല്ലെടുത്താൽ തലയ്ക്ക് കേടാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം. പിന്നെ മറ്റൊരു ആളുകൾ പറയുന്നത് ഈ മധ്യവയസ്കർ എടുക്കുമ്പോൾ പല്ലുകൾ താനെ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ആടിപ്പോയ പല്ലുകൾ പിന്നെ ഉറപ്പിക്കാൻ സാധ്യമല്ല എന്നൊരു ധാരണ പലർക്കും. ഇതേക്കുറിച്ച് എന്താണ് പറയുക? പല്ലുകളിലെ ചെറിയ കേട്, ചെറിയ അഴുക്കുകളെല്ലാം വരുമ്പോൾ ആളുകൾക്ക് ഒരു ധാരണ എല്ലാം എടുത്ത് കളയാം എന്നൊരു ധാരണ പെട്ടെന്ന് വരാറുണ്ട്. വാസ്തവത്തിൽ ശരിയായ ദന്തപരിചരണം ഉണ്ടെങ്കിൽ പ്രായം എത്രയായാലും പല്ല് നല്ല ആരോഗ്യപൂർവ്വം ഇരിക്കും എന്നുള്ളതാണ് വസ്തുത. അത് 90 ആയാലും 100 ആയാലും ആരോഗ്യമുള്ള പല്ലുള്ള നമ്മുടെ അനേകം മുതിർന്ന തലമുറ ഇന്നും ഉണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ദന്ത സംരക്ഷണം നടത്തിയാൽ ആട്ടമുള്ള പല്ലുകളെയും നമുക്ക് പിടിച്ചു നിർത്താനാവും. ഒരു മോണരോഗ വിദഗ്ധനായ പെരിഡോണ്ടിസ്റ്റിന് സഹായം ഉണ്ടെങ്കിൽ മോണ സർജറിയിലുള്ള കൂടെ ആട്ടമുള്ള പല്ലുകളെ ഉറപ്പിച്ചു നിർത്താനുള്ള ചികിത്സയും ഇന്ന് ലഭ്യമാണ്. ഈ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഈ പല്ല് കെട്ടുന്ന, ഈ പല്ലിൽ കമ്പി കെട്ടുന്ന ഒരു ചികിത്സ എന്നുള്ളത് പലരുടെ ധാരണ. അല്ല, ഇതിന് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിരതെറ്റിയ പല്ലുകൾ, ഇപ്പൊ കോമ്പല്ലൊരു സൗന്ദര്യത്തിന്റെ ലക്ഷണമായിട്ട് നീ കാണുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല എന്നൊരു ചിന്താഗതി പലരുടെ ഇടയിൽ. ഇത് ശരിയാണോ തെറ്റാണോ? പല്ലിന് കമ്പിയിടുന്നത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. കേറിയും ഇറങ്ങിയും കൂടിയിരിക്കുന്ന പല്ലുകളുടെ ഇടയിൽ അഴുക്കുകൾ കൂടുതൽ കട്ടപിടിക്കുകയും അതുവഴി മോണരോഗം വരികയും പല്ലിളകി പോകാൻ കാരണമാകുകയും ചെയ്യും. കൂടിയും നിരതെറ്റിയിരിക്കുന്ന പല്ലുകൾ താടയെല്ലിന് തേയ്മാനം ഉണ്ടാക്കുകയും അതുവഴി വായടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ വേദനയും ശബ്ദവും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല, മുഖത്തിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും പല്ലുകൾ കമ്പിയിട്ട് നേരാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ പല്ല് തേക്കുമ്പോൾ രക്തം കിനിയുന്നത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് പറയുക? മോണയിൽ അഴുക്ക് കൂടി മോണരോഗം വരുമ്പോഴാണ് മോണയിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. അതൊരു രോഗത്തിന്റെ ലക്ഷണമാണ്, ഗം ബ്ലീഡിംഗ്. അതൊരിക്കലും ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല. മോണയിൽ നിന്നും പല്ല് തേക്കുമ്പോൾ ചോര വരുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കാണിച്ച് പല്ല് ക്ലീനിങ്, മോണരോഗ ചികിത്സ തുടങ്ങിയവ ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ഈ ഗർഭിണികളായിരിക്കുമ്പോൾ എന്ത് ചികിത്സ എടുക്കാനും പൊതുവെ ആൾക്ക് ഭയമാണ്. ഈ ദന്ത ചികിത്സ ഗർഭിണികൾക്ക് പാടില്ല എന്നൊരു ധാരണ എങ്ങനെ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്? ഇതിനെക്കുറിച്ച് എന്താണ് പറയാം? ഗർഭിണികളുടെ 3 ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം, നടുക്ക് 3 മാസം, അവസാനത്തെ 3 മാസം, ഇതിൽ സാധാരണഗതിയിൽ ആദ്യത്തെ 3 മാസവും അവസാനത്തെ 3 മാസവും ദന്ത ചികിത്സയിൽ പല്ലെടുക്കൽ തുടങ്ങിയ പരിപാടികൾ പാടില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ പല്ലടയ്ക്കലോ മറ്റു ചികിത്സകളോ ഗർഭിണിയായിരിക്കുന്ന ഏത് അവസ്ഥയിലും ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. ഈ പ്രഷറും ഷുഗറും അല്പം ഉണ്ടെങ്കിൽ, അതായത് പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും അധികം ഉണ്ടെങ്കിൽ പക്ഷെ പല്ല് ചികിത്സ, ദന്ത ചികിത്സയ്ക്ക് ഇത് വലിയൊരു പ്രശ്നമല്ല എന്നൊരു ധാരണ പലർക്കുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് പറയുക? പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ളവർക്ക് ദന്ത ചികിത്സ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രഷർ വളരെയധികം താഴ്ന്നു പോയി അത്യാസന്ന നിലയിലാവാനും, ഷുഗർ ഉള്ളവർക്ക് പെട്ടെന്ന് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്ക് വന്ന് അപകടകരമായ നിലയിലേക്ക് മാറുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഷറും ഷുഗറും ഉള്ളവർ മുൻകാല രോഗചരിത്രം ഡോക്ടറോട് വിശദമായി പറയുകയും കഴിക്കുന്ന മരുന്നുകൾ ദന്താശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് ഒരുപക്ഷെ വഴിവെച്ചേക്കാം. ഈ ഹൃദ്രോഗവും ദന്ത ചികിത്സയും തമ്മിലുള്ള ബന്ധം, അതേക്കുറിച്ച് പറയാം. ചിലതരം റൊമാറ്റിക് ഹാർട്ട് ഡിസീസസ്, മറ്റു പല ഹൃദ്രോഗങ്ങളുമായി ദന്തരോഗത്തിന് അതീവ ബന്ധമുണ്ടെന്ന് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഹൃദ്രോഗത്തിന്റെ ആരംഭമായ നെഞ്ചുവേദനയുടെ സമയത്ത് പല്ലുകളിൽ നിന്ന് വേദന ആരംഭിക്കുന്നതായിട്ടും പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. സോ ആരോഗ്യമുള്ള ഒരു ദന്ത നിര നമുക്കുണ്ടെങ്കിൽ അതിലൂടെ ഹൃദ്രോഗം വരാനുള്ള സാധ്യത നമുക്ക് തടയാൻ സാധിക്കും. ഈ RCT അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും, ഇതിന്റെ വിജയ സാധ്യത പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് വളരെ കുറവാണ്. ഇതേക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് ധാരണ കൊടുക്കും. മുൻകാലങ്ങളിൽ RCT ഒരു 70% വരെ വിജയസാധ്യതയുള്ള ചികിത്സയായിരുന്നു. എന്നാൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ടെക്നീക്സുകളും, പ്രോടേപ്പർ, RVG തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളോടുകൂടി എൻഡോഡോണ്ടിസ്റ്റുമാർ, അതായത് വേര് ക്ലീൻ ചെയ്ത് പല്ല് രക്ഷപ്പെടുത്താൻ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ചെയ്യാൻ കഴിവുള്ള നിപുണരായ ഡോക്ടർമാർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% വിജയപ്രദമാണ് RCT. നമ്മുടെ സമയത്ത് ധാരാളം കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതി പോലെ ഒരു ചോദ്യം കൂടെ ചോദിക്കും. ഈ വായിലെ ക്യാൻസർ തടയുന്നതിൽ എന്ത് മുൻകരുതലാണ് ഇവരെടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു ഡെന്റൽ ഡോക്ടറെ കാണാൻ സമയത്ത്? വായിലെ ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം 5 S ആണ്. 1 സ്പൈസസ്, കൂടുതൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപേക്ഷിക്കുക. 2 സ്പിരിറ്റ്, ആൽക്കഹോൾ പോലുള്ള മദ്യം ഉപേക്ഷിക്കുക. 3 S സ്മോക്ക്, പുകവലി ഉപേക്ഷിക്കുക. 4 S ഷാർപ്പ് ടൂത്ത്, കൂർത്ത പല്ല്, കൂർത്ത ഭാഗങ്ങൾ വായിലുണ്ടെങ്കിൽ അത് ദന്ത ഡോക്ടറെ കണ്ട് ശരിയാക്കുക.
5 സെപ്സിസ്, കൂടുതൽ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലങ്ങൾ എത്രയും വേഗം ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ വായിലെ ക്യാൻസർ ഒരു പരിധിവരെ തടയാം. ക്യാൻസറിനായിട്ട് നിരന്തരം പരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വായിലെ ക്യാൻസർ ഇതേപോലെ മുൻകരുതൽ കൊണ്ട് നമുക്ക് തടയാനും സാധിക്കും. ഓക്കെ ഡോക്ടറെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ എപ്പോഴും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ദന്ത സംരക്ഷണത്തെ കുറിച്ചുള്ള വളരെ വിലപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ ജീവൻ്റെ പ്രേക്ഷകരോടൊത്ത് പങ്കുവച്ചതിന് ജീവൻ്റെ പ്രേക്ഷകരുടെ പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.